കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആക്രി സാധനങ്ങൾ കാണാതായ സംഭവത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം. 2 വർഷം മുമ്പ് 5 ലക്ഷത്തോളം രൂപയുടെ ആക്രി സാധനങ്ങളാണ് കാണാതായത്. കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 2 വർഷം മുമ്പാണ് 5 ലക്ഷത്തോളം രൂപയുടെ ആക്രി സാധനങ്ങൾ കാണാതായത്. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ കൊല്ലം ജില്ലാ കളക്ടർ DDEക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് കേസ് വിജിലൻസിന് കൈമാറിയത്. 12 വർഷമായി സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലും പരിസരത്തുമായി കിടന്ന ആക്രി സാധനങ്ങളും തടിയുരുപ്പടികളും 2022 പരിസ്ഥിതി ദിനത്തിലാണ് കടത്തിക്കൊണ്ടുപോയത്. സ്കൂളിലെ ഉപയോഗശൂന്യമായ സാധനങ്ങൾ നഗരസഭയിൽ അറിയിച്ച് ലേലം ചെയ്ത് പണം ട്രഷറിയിൽ അടച്ച് രസീത് കൈപ്പറ്റണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശമാണ് പാലിക്കപ്പെടാതെ പോയത്. രാവിലെ അതായത് 7 മണിക്ക് മുമ്പാണ് സംഭവം നടക്കുന്നത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് സാധനങ്ങൾ മുകളിൽ നിന്ന് വാരി താഴോട്ടിടുന്നതായിട്ട് എനിക്ക് കണ്ടു. ഞാനങ്ങനെ VHSCയുടെ വാതിൽ വഴി ചെന്ന് നോക്കുമ്പോൾ ഈ സാധനങ്ങൾ അവിടുന്ന് കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഞാൻ അവിടെ നിന്നിട്ട് അവിടുത്തെ ഒരു PTA മെമ്പറെ വിളിച്ചു, കാര്യങ്ങൾ തിരക്കി. അദ്ദേഹം പറഞ്ഞു ഇത് മുനിസിപ്പാലിറ്റിയിൽ അറിയിച്ചിട്ടായിരിക്കും ഇത് കൊണ്ടുപോയതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് തിരക്കിയപ്പം മുന്നിരുന്ന HM ഇത് മുനിസിപ്പാലിറ്റിയിൽ അറിയിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതും DDന്ന് ഇതിൻ്റെ നിർദ്ദേശം ഈ സാധനം വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശം വാങ്ങിയിട്ടുള്ളതുമായിട്ട് അറിയാൻ കഴിഞ്ഞു. അതിൻ്റെ പേപ്പറുകളൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ ഇതിൻ്റെ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ പൈസ ട്രഷറിയിൽ അടച്ചതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയതിനെ തുടർന്ന് രക്ഷിതാവും വിവരാവകാശ പ്രവർത്തകനുമായ അജി ലൗലാൻഡ് പ്രഥമ അധ്യാപകന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്നു. ഇതിൽ അധ്യാപകനായിരുന്ന സ്റ്റാഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആക്രി സാധനങ്ങൾ വിറ്റു എന്ന പ്രഥമാധ്യാപകൻ മറുപടി നൽകിയിരുന്നു. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവർക്ക് പരാതി നൽകി. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക്, കളക്ടർക്ക് എല്ലാവർക്കും ഞാൻ പരാതി കൊടുത്തു. പക്ഷേ എങ്ങൊന്നും എനിക്ക് ഒരു നീതിപൂർവമായ മറുപടി എനിക്ക് കിട്ടിയില്ല. തുടർന്ന് ഇപ്പോൾ 2 വർഷമായി. 2 വർഷമായപ്പോഴും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറെ കാണുമ്പോഴൊക്കെ അദ്ദേഹം നമ്മൾ ഒരു നീരസത്തോടു കൂടിയാണ് കാണുന്നത്. കാര്യം എന്തോ ഇത് നമ്മൾ തെറ്റ് ചെയ്ത രീതിയിലാണ്. കാര്യം പൊതുമുതലാണ്, പൊതുമുതൽ നഷ്ടപ്പെട്ടിട്ട് കണ്ടില്ല എന്നുള്ളൊരു അന്വേഷണം നടത്താൻ വേണ്ടി ഒരു പരാതി കൊടുത്തിട്ട് അതിനെക്കുറിച്ച് പോലും അവർ അന്വേഷിച്ചില്ല. 2 വർഷം കഴിഞ്ഞിട്ടും സ്കൂളിൽ നിന്നും കാണാതായ സാധനങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താതെ ആരോപണ വിധേയരായവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്വീകരിച്ചതെന്ന് പരാതിക്കാരൻ ആരോപിക്കുന്നു. ആരോപണ വിധേയനായ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്താൻ DDEക്ക് കളക്ടർ നിർദ്ദേശം നൽകിയത്. വിദ്യാഭ്യാസ സംഘടനകൾ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ നിരന്തരം ബുദ്ധിമുട്ടിച്ചു. കാര്യം ഈ കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഇല്ലാതെ അല്ല എന്നെനിക്ക് മനസ്സിലായി. തുടർന്ന് ഞാനിപ്പോൾ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തു. ഈ വിദ്യാഭ്യാസ വകുപ്പിൽ കാണിക്കുന്ന അഴിമതിയെക്കുറിച്ച് ഒക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു. കാര്യം വിദ്യാഭ്യാസ സംഘടനകൾ എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ ഡിജിറ്റൽ തെളിവുകൾ ഞാൻ അവരെ കാണിച്ചു. അങ്ങനെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ വിജിലൻസിന് അന്വേഷണം നടക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.